നമസ്കാരമുണ്ട് ചേട്ടന്മാരെ, ഒരു അർജന്റ് കേസുണ്ട്. എന്റെ ഇടവും ബലവും നിൽക്കൂ. ബിഗ് ബോസിൽ പോയി രേണു, പക്ഷെ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. ഞങ്ങൾ അയൽക്കാരാ, ഒരഭിപ്രായവും ഇല്ല. രേണു സുധിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പായ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇവിടെ നടക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ചാടിയ. നമ്മളെ നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. ൊക്കെ ചെല്ലുമ്പോ പുള്ളിക്കാരിയെ കണ്ടാ പുള്ളിക്കാരി ഒന്ന് നോക്കുകയോ പോലും ചെയ്യത്തില്ല. അതിനേക്കാൾ കഷ്ടം ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്ന് കളിക്കുന്നത്. എല്ലാവർക്കും മോശമാണ് മൊത്തത്തിൽ എല്ലാ മനുഷ്യരും, ഈ വാർഡിൽ എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയാണ് കുറായി പറയുന്നത്. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നമ്മള് ചെല്ലുമ്പോ കണ്ടിട്ടുള്ള മനുഷ്യരില്ലേ, കുട്ടിപ്പാവാടയിട്ട് ഒരു കുട്ടി ഉടുപ്പ് ഇട്ട്. അതല്ല ഉദ്ദേശം. ബിഗ് ബോസ് ഗെയിം കാണുന്നുണ്ട്. ഗെയിം എന്നും കാണും. രേണു സുധിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ അങ്ങ് ആർക്കും കിട്ടാവില്ല. പിന്നെ വേറെ നല്ല പല കോമഡിയിലും കാണുന്നത് നല്ലത്. ഈ കുരുത്തം കെട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതറിയാ? എന്നതാ ഒരു സുധിയുടെ മരിച്ചുപോയി. അവന് ഇങ്ങനാണ് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണമല്ലോ. ഇയാൾക്ക് എന്താണ് വയ്യേ? ഈ കഴിഞ്ഞ ദിവസം കണ്ട് സുധിയുടെ ശവകുടീരത്തെ പോയി ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് കരയുന്നു. അച്ഛൻ പ്രാർത്ഥന ചെല്ലുമ്പോ അതേ പോയിട്ട്. അതൊക്കെ എന്നതാ? അതൊക്കെ മനുഷ്യനെ കാണിക്കാൻ. ഒരു മാറ്റവും ഇല്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.